ദേവസ്വം ബോർഡുകളുടെ ആസ്തി മൂല്യം കണക്കാക്കുമ്പോൾ ഏറ്റവും നിർണായകമാകുന്നത് എരുമേലി ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശമാണ്. ചെറുവള്ളി എസ്റ്റേറ്റ് ദേവസ്വം ഭൂമിയാണ് എന്ന് കണ്ടെത്തിയ MG രാജമാണിക്യം തന്നെയാണ് മൂല്യം തിട്ടപ്പെടുത്താൻ നേതൃത്വം നൽകുന്നത്. ഈ 2000-ലധികം ഏക്കർ സ്ഥലത്താണ് സർക്കാർ എരുമേലി വിമാനത്താവളം നിർമ്മിക്കാൻ വിഭാവനം ചെയ്തത്. ചെറുവള്ളി എസ്റ്റേറ്റ് കോടികൾ വിലമതിക്കുന്ന ഏക്കർ കണക്കിന് ഭൂമി സ്വന്തം ഭൂമിയാണെന്നുള്ള രേഖകളെല്ലാം ദേവസ്വം ബോർഡിന്റെ പക്കലുണ്ട്. പക്ഷേ തിരിച്ചുപിടിക്കാൻ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. എങ്ങനെയാണ് ദേവസ്വം ഭൂമി അന്യാധീനപ്പെട്ടു പോകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എരുമേലിയിലെ ചെറുവള്ളി എസ്റ്റേറ്റ്. പുരാതന രേഖകളിലും സെറ്റിൽമെന്റ് രജിസ്റ്ററിലും ചെറുവള്ളി എസ്റ്റേറ്റ് ദേവസ്വം ഭൂമി എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എറണാകുളം ജില്ലാ കളക്ടറായിരുന്ന രാജമാണിക്യത്തിന്റെ റിപ്പോർട്ടിലും ചെറുവള്ളി എസ്റ്റേറ്റ് ദേവസ്വം ഭൂമി എന്ന് അടിവരയിട്ട് പറയുന്നു. പക്ഷേ ഇത് ആരെന്നാണ് തട്ടിയെടുത്തത്? ദേവസ്വം ആസ്തികളുടെ മൂല്യം തിട്ടപ്പെടുത്താൻ സർക്കാർ തയ്യാറാകുമ്പോൾ ചെറുവള്ളി എസ്റ്റേറ്റിൽ സ്വീകരിക്കുന്ന നിലപാട് ഏറെ നിർണായകമാകും. ദേവസ്വം സെക്രട്ടറി ഡോക്ടർ MG രാജമാണിക്യം തന്നെ ഈ കണക്കെടുപ്പിന് നേതൃത്വം നൽകുന്നത്. മറ്റട്ടിമറികളും ഭാഗ്യസമ്മർദ്ദങ്ങളും ഇല്ല എങ്കിൽ ചെറുവള്ളി എസ്റ്റേറ്റ് ദേവസ്വം ഭൂമിയായി തന്നെ മാറുമെന്നാണ് പ്രതീക്ഷ. ദേവസ്വം ആസ്തി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ കണക്കെടുപ്പിന് ഈ കാര്യങ്ങളോട് കൂടിയിട്ട് ഉറപ്പായിട്ടും അതിനകത്ത് വരണം എന്നുള്ളതാണ് പ്രദേശത്തെ വിശ്വാസികളുടെ ആഗ്രഹവും ആവശ്യവും. ചെറുവള്ളി എസ്റ്റേറ്റ് തിരിച്ചുപിടിക്കാൻ മുൻപും പല ശ്രമങ്ങൾ നടത്തിയപ്പോൾ അത് മുന്നോട്ടു പോകാനാകാതെ തുടക്കത്തിൽ തന്നെ അവസാനിപ്പിച്ചിരുന്നു. പുതിയ സർക്കാരിന്റെ പുതിയ ശ്രമങ്ങൾ എവിടെ വരെ എത്തുമെന്നാണ് ഇനി അറിയേണ്ടത്. അരുൺ കൊടുങ്ങൂർ, ജനം, കോഴിക്കോട്.